ഹായ്, നമസ്കാരം. ഓരോ ദിവസത്തിനും ഓരോ കഥയുണ്ടാകും അല്ലേ? അങ്ങനെ ഇന്നത്തെ കഥ എന്നെ കൊണ്ടെത്തിച്ചത് പഴയ ദുബായിയുടെ ഹൃദയഭാഗത്താണ്. ചരിത്രവും സംസ്കാരവും ആത്മീയതയും ഒത്തുചേരുന്ന ഒരു സ്ഥലം, ബർദുബായിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ടെമ്പിൾ. ക്ഷേത്രത്തിലേക്ക് പോകാൻ നേരം ഉടുക്കാനായി സാരി തിരയുമ്പോഴാണ് വർഷങ്ങൾക്ക് മുന്നേയുള്ള എന്റെ ഒരു ഗുരുവായൂർ യാത്ര മനസ്സിൽ തെളിഞ്ഞു വന്നത്. അന്ന് ഞാൻ എന്റെ കസിനുമായി ഒരു വനിതാ തീർത്ഥാടന സംഘത്തോടൊപ്പം ആയിരുന്നു ഗുരുവായൂരിലേക്ക് യാത്ര പോയത്. അന്ന് കാത്തിരുന്ന യാത്രയായതിനാൽ പുതിയ സാരിയും അതിന് മാച്ചായിട്ടുള്ള ആഭരണങ്ങളുമായിട്ട് ദിവസങ്ങൾക്ക് മുന്നേ പ്ലാനിംഗ് തുടങ്ങിയിരുന്നു. ഒടുവിൽ ക്ഷേത്ര ദർശനത്തിന് തയ്യാറാകാനായി കൊണ്ടുവന്ന പെട്ടി ഓർന്നു നോക്കുമ്പോൾ സാരിയോടൊപ്പം കൊണ്ടുവന്ന ബ്ലൗസ് മിസ്സിംഗ്. എത്ര തെരഞ്ഞിട്ടും കിട്ടുന്നില്ല. ബ്ലൗസിന് പകരം പെട്ടിയിലിരിക്കുന്നതോ ഹസ്ബൻഡിന്റെ പുതിയ മുണ്ടും. അന്ന് ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് ബ്ലൗസ് ഒന്നും പെട്ടെന്ന് വാങ്ങാനായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. കൊണ്ടുവന്ന സാരിയോടൊപ്പം മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെ തോന്നി. ഒടുവിൽ വേറെ വഴിയൊന്നുമില്ലാതെ ഞാൻ ധരിച്ചിരുന്ന ചുരിദാറിന്റെ ടോപ്പും ബ്ലൗസിന് പകരം മാറി വന്ന ഹസ്ബൻഡിന്റെ മുണ്ടും ഒക്കെ കൊടുത്ത് ക്ഷേത്ര ദർശനം നടത്തേണ്ടി വന്നു. പക്ഷേ ഇന്ന് ആ സംഭവം ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയാത്ര ആരംഭിക്കുന്നത് അൽ ബഹൂദി പ്രദേശത്തിലൂടെയാണ്. പഴയ ദുബായിയുടെ പൈതൃകം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ പ്രദേശത്തു കൂടി നടക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. ഇടവഴികളിലൂടെ നടക്കുമ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്സ്, ട്രഡീഷണൽ ക്ലോത്തിംഗ് ഷോപ്സ്, ടൈലർ ഷോപ്സ്, സുഗന്ധം പരത്തുന്ന സ്പൈസ് ഷോപ്സ്, വർണ്ണങ്ങൾ കൊണ്ട് കണ്ണു നിറയ്ക്കുന്ന ഫ്ലവർ ഷോപ്സ്, അങ്ങനെ പലതരത്തിലുള്ള നിറങ്ങളും സുഗന്ധങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ. ഓരോ ഷോപ്പും ഓരോ വഴിയും ഓരോ കഥ പറയുന്നത് പോലെ തോന്നും. ഈ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു കാര്യം ഓർമ്മ വരാറുണ്ട്. ഹിസ്റ്ററി ക്ലാസ്സുകളിൽ ഏൻഷ്യൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ദൃശ്യങ്ങളുമായി സാമ്യതയുള്ള വിഷ്വൽസ്. ഇവിടെ ഒന്നിലധികം ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഒരുപക്ഷെ മനസ്സിൽ കൂടുതൽ അടുപ്പം ഈ ക്ഷേത്രത്തിനോട് തോന്നാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാകാം. പിന്നെ ശ്രീകൃഷ്ണനോടുള്ള ഇഷ്ടവും. ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ക്ഷേത്രത്തിലെത്തുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടും. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ പ്രസാദമൊക്കെ കഴിച്ച് ഒരു മടക്കയാത്ര. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കട്ടെ. വീണ്ടും ഒരു പുതിയ കഥയുമായിട്ട് സ്റ്റോറീസ് വിത്ത് രാജിയിലൂടെ വീണ്ടും നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും മറക്കണ്ട കേട്ടോ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും.